ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കി തന്നെയാണ് പറയുന്നത്. ശ്രദ്ധിക്കണം, പറയുന്നതൊക്കെ ശ്രദ്ധിക്കണം. സൂറയിലെ 19-20 ആയത്താണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ് ആ ആയത്തുകൾ. ആയത്തിൻ്റെ പ്രത്യേകതയും ഞാൻ പറഞ്ഞു. സുബഹ നിസ്കരിച്ച് അത് 7 വട്ടം ഓതിയാൽ അയാൾക്ക് ദാരിദ്ര്യം ഇല്ലാതെയാകും എന്ന് അതിൻ്റെ ഫളായിലുകളിൽ കാണാം. സുബഹ നിസ്കരിച്ച് 3 തവണ 7 തവണ ഓതുക. ഏതായത്? أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله لطيف بعباده يرزق من يشاء وهو القوي العزيز من كان يريد حرث الآخرة نزد له في حرثه ومن كان يريد حرث الدنيا نؤته منها وما له في الآخرة من نصيب. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله لطيف بعباده يرزق من يشاء وهو القوي العزيز من كان يريد حرث الآخرة نزد له في حرثه ومن كان يريد حرث الدنيا نؤته منها وما له في الآخرة من نصيب. حسبي ربي جل الله حسبي ربي جل الله ما في قلبي غير الله لا إله إلا الله. ഇമാം ബൈഹഖി തൻ്റെ ശുഅബിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസാണ് ഞാനിവിടെ ഓർപ്പിക്കുന്നത്. ഇന്നത്തെ ചർച്ച ഇമാം ബൈഹഖി തൻ്റെ ശുഅബിൽ രേഖപ്പെടുത്തുന്ന ഒരു ഹദീസ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാം, കുന്തു ഇൻദ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖുൽതു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഫഖാല ലി വമാ തദ്രി കൈഫ തഫ്സീറുഹാ. ഞാനൊരിക്കൽ റസൂലുള്ളാഹിയുടെ അരികിൽ ഇരിക്കുകയായിരുന്നു. ആരാ പറയുന്നത്? സയ്യിദുന ഇബ്നു മസ്ഊദ്. അവരുടെ പ്രത്യേകത എന്താ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രത്യേകത എന്താ? അവ്വലു മൻ ജഹറ ബിൽ ഖുർആൻ, ലോകത്താദ്യമായി പരസ്യമായി ഖുർആൻ ഓതിയത് ഇബ്നു മസ്ഊദാണ്. മറക്കരുത്. മഹാനായ സയ്യിദുന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കുന്തു ഇൻദ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാലിസൻ, ഞാൻ ഹബീബായ നബിയുടെ അരികിൽ ഇരിക്കുകയായിരുന്നു. ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു പോയി, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞു പോയി. ഫഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ ഹബീബായ നബി എഴുതി വെക്കണേ, കടലാസോ മറ്റുള്ളവർ എഴുതി വെക്കണേ, അതൊക്കെ വളരെ പ്രധാനം. മറക്കരുത്. ഇനി എപ്പോഴും പറയില്ല, മറക്കരുത്. നമ്മൾ ഇങ്ങനെ ബാങ്ക് കൊടുക്കുമ്പോൾ പറഞ്ഞാൽ പോരല്ലോ, അതിൻ്റെ അർത്ഥം നമുക്കറിയണ്ടേ. ഞാൻ ഹബീബായ നബിയുടെ അരികിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞുപോയി. എന്ത് പറഞ്ഞുപോയി? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ എന്ന് പറഞ്ഞുപോയി. ഫഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ ഹബീബായ നബി പറഞ്ഞു, വമാ തഫ്സീറുഹാ അതദ്രി വമാ തഫ്സീറുഹാ, അതിൻ്റെ തഫ്സീർ എന്താണെന്ന് നിനക്കറിയുമോ? ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, ഞാനങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. തഫ്സീറൊന്നും വ്യാഖ്യാനവും അർത്ഥവും ഒന്നും എനിക്കറിയില്ല. ഫഖാല, അപ്പോൾ ഹബീബായ നബി പറഞ്ഞു, ലാ ഹൗല അൻ മഅസിയത്തില്ലാഹി ഇല്ലാ ബിഇസ്മത്തില്ലാഹ് വലാ ഖുവത അലാ ത്വാഅത്തില്ലാഹി ഇല്ലാ ബിഔനില്ലാഹ് ഔ തൗഫീഖില്ലാഹ്. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല അൻ മഅസിയത്തില്ലാഹി ഇല്ലാ ബിഇസ്മത്തില്ലാഹ്. لا حول عن معصية الله إلا بعصمة الله.
വലാ ഖുവത ലിത്വാഅത്തില്ലാഹി ഇല്ലാ ബിഔനില്ലാഹ് ഹകദാ അഖ്ബറനി ജിബ്രീൽ. ലാ ഹൗല അൻ മഅസിയത്തില്ലാഹി ഇല്ലാ ബിഇസ്മത്തില്ലാഹ്. വളരെ ചിന്തിക്കണം, തല കൊടുത്തിട്ട് ചിന്തിക്കണം. നമ്മൾ ഏത് ക്ലാസ്സിലാണ് നിൽക്കുന്നത് എന്ന് ബോധമാണ്. ഞാൻ പറഞ്ഞ വിഷയങ്ങൾ മറക്കരുത്. നമ്മൾ ഒരു 2 ക്ലാസ് അപ്പുറം ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരു നിസ്കരിച്ചതിന് നമ്മൾ അള്ളാഹുവിന് ഒരു കാര്യം ചെയ്തു കൊടുത്തതായി സന്തോഷിക്കരുത്. പറഞ്ഞിട്ടുണ്ടോ അല്ലേ? പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്ഥിരമുള്ളൊരു പരിപാടിയാണ്. എന്ത്? നമ്മളിപ്പോൾ 2 റക്അത്ത് നിസ്കരിച്ചു എങ്കിൽ നമ്മൾ സന്തോഷിക്കും. ഞാൻ ഇപ്പോൾ അള്ളാഹു തആലക്ക് 2 റക്അത്ത് നിസ്കരിച്ചു കൊടുത്തല്ലോ. ഈമാനില്ലാത്ത കളിയാണ്. ഈമാനുള്ള കളിയിൽ അങ്ങനെ ഉണ്ടാവില്ല. എന്തുകൊണ്ട്? 2 റക്അത്ത് നിസ്കരിക്കാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാൾക്കൊരു സ്വതക്ക കൊടുത്താൻ കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾക്ക് നമ്മളൊരു സ്വതക്ക കൊടുത്തു, അല്ലെങ്കിൽ നമ്മളിപ്പോൾ നോമ്പ് വെച്ചു. ഇപ്പോൾ റജബാണല്ലോ, പലർക്കും നോമ്പാം. പല ആളുകൾ ഈ മജ്‌ലിസിലുള്ള പല ആളുകൾക്ക് റജബിൽ നോമ്പാം. 1 മുതൽ നോമ്പ് തുടങ്ങിയവരും ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു നോമ്പ് വെച്ചു. അപ്പോൾ ആ നോമ്പ് നോൽക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. എന്ത്? ഞാൻ റബ്ബിനൊരു നോമ്പ് നോച്ചു കൊടുക്കാൻ കഴിഞ്ഞല്ലോ. നമ്മളൊരു ജുസു ഖുർആൻ ഓതി, അപ്പോൾ ഒരു ഉള്ളിൽ വരിക, ഇതിപ്പോൾ ആർക്കാന്ന് പറഞ്ഞാൽ ആർക്കത് വരാത്ത. ഞാൻ ഏതായാലും ഒരു ജുസു ഖുർആൻ ഓതി കൊടുത്തല്ലോ. ആർക്ക്? അല്ലാഹു തആലക്ക്. അപ്പോൾ സന്തോഷം വന്നൂടാന്നല്ല, സന്തോഷത്തിന് കാരണം മാറ്റണം. സന്തോഷത്തിന്റെ കാരണം ഞാനത് അള്ളാഹുവിന് ചെയ്തു കൊടുത്തത് കൊണ്ടാകരുത്, പകരം അത് ചെയ്യാനുള്ള ഒരു ഭാഗ്യം റബ്ബെനിക്ക് ചെയ്തതുകൊണ്ടാകണം. അപ്പൊ ചിന്താഗതി മാറ്റി. അപ്പൊ ഇനി ഒന്നുമില്ല. അപ്പൊ ഞാൻ ഇവിടെ 277 ക്ലാസ്സാ, എനിക്കതിലെന്താ അഭിമാനം? ഇല്ല. പകരം എന്താ ഉള്ളത്? പടച്ചോനെ, ജിനിക്കതിന് ഭാഗ്യം തന്നല്ലോ, നാളെ നിലനിർത്തി തരണേ. ഞാൻ 277 ക്ലാസ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ റബ്ബിന്റെ അടുത്ത് പറയും, എന്റെ ചെയ്ത് ഞാൻ ക്ലാസ് നടത്തിയിട്ടുണ്ട് എന്നല്ല. എന്നാ ആദ്യം നമുക്ക് ആഗ്രഹമല്ലേ റബ്ബിന്റെ മുന്നിൽ റബ്ബ് നമ്മൾ തിരഞ്ഞെടുക്കാൻ. പക്ഷേ ഇത് നടത്താനുള്ള കാരണം 277 ക്ലാസ്സിൽ വന്നവരും ഈ കൂട്ടത്തിലുണ്ട്. ആ ചായ കൊടുക്കണ റഫീഖ് 277 ക്ലാസ്സിൽ വന്നതാണ്. 277 ഒരു ക്ലാസ്സിലും റഫീഖ് വരാറില്ല. തലേന്ന് ഞാൻ അവനെ വിളിച്ചു പറഞ്ഞതാണ്, ചായ കൊടുക്കണം, എന്നെയാണ് ഏൽപ്പിക്കുകയാണ്. ഇനി ആ കാര്യത്തിൽ ഇന്നോട് ചോദിക്കരുത്. എവിടാണോ ചായ കടി ഉള്ളോടത്ത് കൊണ്ടുവന്ന് ആളുകൾ 7 മണിക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ ചായ എത്തിയിരിക്കണം എന്ന് 2019 ഓനോട് പറഞ്ഞതാണ്. അതിന്നും നടക്കുന്നുണ്ട്. അതുകൊണ്ട് 277 ക്ലാസ്സിലും ഓൻ വന്നിട്ടുണ്ട്. ഒരു ക്ലാസ്സിൽ പോലും വേറെ ആളെ ഏൽപ്പിച്ചിട്ടില്ല. അപ്പോൾ വന്നതാ. പക്ഷേ അതൊരു തൗഫീഖാണ്, അതൊരു ചെയ്യലല്ല. അങ്ങനെ ചെയ്യാനൊരു ഭാഗ്യം ഉണ്ടായതാണ്. അത് ചില്ലറ ഭാഗ്യമൊന്നുമല്ല, വലിയ ഭാഗ്യമാണ്. നമുക്ക് 7 മണിക്ക് എത്തിയാൽ മതി. എനിക്കടക്കം ഓനത് പോരാ. ഓൻ രാവിലെ സുബഹി നിസ്കരിച്ചിട്ട് കടി ഉണ്ടാക്കുന്നിടത്ത് പോകണം, എന്നിട്ട് കൊണ്ടുവരണം. അതിൻ്റെ കണക്ക് പ്രത്യേകമായി ഇവിടുന്ന് വാങ്ങി കൊണ്ടുവന്ന് അതിൻ്റെ വൗച്ചർ കൊടുത്ത് കണക്ക് വാങ്ങി പൈസ അവിടെ കൊണ്ടുപോയി കൊടുക്കണം. ആഴ്ച ചെയ്യണം. ഓരോ സമയത്തിനനുസരിച്ച് ആളെ നോക്കിയിട്ട് കടി വാങ്ങണം. കൂടാനും പാടില്ല, കുറയാനും പാടില്ല. കാരണം പൊതു മുതലാണ്, നഷ്ടപ്പെടാതെ നോക്കണം. ഇതൊക്കെ ഒരു ഉത്തരവാദിത്തമാണ്. അത് അള്ളാഹു തന്ന സഹായ തൗഫീഖ് പറഞ്ഞാൽ ആർക്കും തിരിയില്ല. അതുകൊണ്ട് ഞാൻ സഹായ എന്ന് മലയാളത്തിൽ പറഞ്ഞു. നമ്മൾ തൗഫീഖ് എന്ന് പറഞ്ഞാൽ ഒരു തേങ്ങാക്കൊലയല്ല. തൗഫീഖ് എന്ന ഒരു തേങ്ങാക്കൊലയല്ല, അള്ളാഹുവിൻ്റെ സഹായം. അത് ചെയ്യാൻ റബ്ബ് നിന്നെ സഹായിച്ചു. അപ്പം മേലെ റബ്ബാണോ നീയാണോ? റബ്ബ്. നിൻ്റെ അടുത്ത ആളെ റബ്ബ് സഹായിച്ചില്ല. അപ്പോൾ നീ വിനയാന്യതനാകണം. നിഅമത്ത് കൂടുതൽ ആർക്കാ? ജിങ്ങനെ നടന്നോ, ഒന്നും കാട്ടാൻ ജിങ്ങനെ നടന്നോ എന്ന് പറയല്ല. നിനക്ക് റബ്ബ് കൂടുതൽ തന്നു. അപ്പോൾ നീ എന്ത് ചെയ്യണം? ശുക്ർ ചെയ്യണം. എന്താ ശുക്ർ? ശുക്ർ ഇതിൻ്റെതല്ല എന്ന് വിചാരിക്കുക. അല്ലാത്ത ഒന്നും ശുക്രല്ല. മറ്റൊക്കെ ഒരു വർത്താന. എന്ത്? അൽഹംദുലില്ലാ, അതൊരു വർത്താന. അതിനൊരു മാനിയില്ല. ഇനി നാളെ പോയി പറയണ്ട അൽഹംദുലില്ലാ എന്ന് മാനല്ലാന്ന് റഹ്മത്തുള്ള പറഞ്ഞിട്ടുണ്ട്. അത് അന്തക്കേടുള്ള ഒരു അന്തം ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്. അന്തം വേണം.
ഒരു അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് അൽഹംദുലില്ലാ എന്താന്ന് ആലോചിക്കൂല. ഇവിടെ 277 ക്ലാസ്സിൽ നമ്മൾ ചെയ്തൊരു ദുആ ഉണ്ട്. പടച്ചോനെ മരിക്കുമ്പോൾ ഞങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലണം എന്നല്ല. എങ്ങനെ ദ്വാരക്കള്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് മരിക്കുന്ന നേരത്തെങ്കിലും പൊരുളറിഞ്ഞ് ചൊല്ലി മരിക്കാൻ ഭാഗ്യം തരണം. ആണോ അല്ലേ? എന്തേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു വർത്താന, പൊരുളറിഞ്ഞ് ചെല്ലൽ വർത്താനല്ല. അത് നേരത്തെ തന്നെ അറിഞ്ഞാൽ വലിയായി. മരിക്കുമ്പോഴെങ്കിലും വലിയാണ്. എന്തിനാ വലിയാണ്? അവിടെ വെള്ളമൊതി കൊടുക്കാനല്ല, മഹ്ശറിൽ പടച്ചോനെ സ്വീകരിക്കാൻ. നേരത്തെ തന്നെ നമുക്ക് തിരിഞ്ഞാൽ പിന്നെ നമ്മൾ ഊതി കൊടുക്കാൻ ഒരുങ്ങും, വെള്ളതും പോവും. സോഷ്യൽ മീഡിയയിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നബിയെ സ്വപ്നം കണ്ട ആളാണ്, എന്നാൽ ഇപ്പോൾ ഞാൻ നിരീശ്വരവാദിയാണ്. നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്. ഒരു മുസ്ലിയാരെ പ്രസംഗം ഈ ആഴ്ച ഒരാൾ എനിക്ക് അയച്ചു തന്നു. ഈ കഴിഞ്ഞ ആഴ്ച, ഈ ആഴ്ചയല്ല കഴിഞ്ഞ ആഴ്ച അയച്ചു തന്നു. ഒരു മുസ്ലിയാർ, അയാൾ നിരീശ്വരവാദിയായി. ഫൈസിയോ മറ്റോ സക്കാഫിയോ രണ്ടാലൊന്നാണ്. ഏതായാലും നിരീശ്വരവാദിയായി അള്ളാഹുവിനെ ഉപേക്ഷിച്ച് ദീൻ ഉപേക്ഷിച്ച് പോയതിൽ ഫൈസിയും ഉണ്ട്, സഖാഫിയും ഉണ്ട്. അവരെയൊക്കെ ഞാൻ പ്രസംഗം കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു അള്ളാഹുവിനെ കളിയാക്കുകയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഈ പ്രഭാഷണത്തിൽ അയാൾ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് നബിയെ സ്വപ്നം കണ്ടതാണ്, ഇപ്പോൾ ഞാൻ നിരീശ്വരവാദിയാണ്. നഊദു ബില്ലാഹ്. അയാൾ കണ്ടത് നബിയാണോ എന്നുള്ളത് വേറെ ചർച്ച. നഊദു ബില്ലാഹ്, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നബിയെ കണ്ട ഒരാൾക്ക് അങ്ങനൊരവസ്ഥ ഉണ്ടാവില്ല, അത് വേറെ വിഷയം. അപ്പം എന്താ പറഞ്ഞു? നിങ്ങൾ ചിന്തിക്കണം. മനുഷ്യനെ എപ്പോഴും തെറ്റിപ്പോകും. തെറ്റാതിരിക്കുക എന്നത് റബ്ബ് നമുക്ക് നൽകുന്ന ഒരു സഹായ. അപ്പൊ വിഷയം ഒന്നും കൂടി മടക്കി. എന്താ പറഞ്ഞത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു എവിടെ ഹദീസ്? ഇമാം ബൈഹഖി തങ്ങളുടെ ശുഅബിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ പറയുന്നത്? കുൻതു ഇൻദ നബിയിൽ മുസ്തഫ, ഞാൻ ഹബീബായ നബിയുടെ അരികിൽ ജാലിസൻ ഇരിക്കുകയായിരുന്നു. ഫഖുൽതു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഓടിച്ച് ഒരാൾക്ക് മനപ്പാടാക്കാവുന്ന ഹദീസാണ്. മറക്കരുത്, വേറൊരു കാര്യം കൂടി മറക്കരുത്. ക്ലാസ്സിന് വരുന്ന ഒരാൾ അസ്മാഉൽ ഹുസ്ന മനപ്പാടമില്ലാത്ത ഒരാൾ ഉണ്ടാകരുത്. എന്തുകൊണ്ട്? അതാണ് നിങ്ങളുടെ ആയുധം. നിങ്ങൾക്ക് എവിടെ പോയാൽ അത് ആയുധം. നിങ്ങൾ കയറിയ ഫ്ലൈറ്റിന് ജെർക്കിങ് വന്നാൽ നിങ്ങളുടെ ആയുധം അതാണ്. എന്തുകൊണ്ട്? വലില്ലാഹിൽ അസ്മാഉൽ, ഖുർആനാണ് ഈ പറയുന്നത്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിന് അസ്മാഉൽ ഹുസ്ന എന്ന ഇസ്മുകൾ ഉണ്ട്. ഫദ്ഉഹു, അവനോട് നിങ്ങൾ ദുആ ചെയ്യേണ്ടത് ബിഹാ, ഈ അസ്മാഉൽ ഹുസ്ന മുന്നിൽ വെച്ചിട്ടായിരിക്കണം. അല്ലേ? ഖുർആനല്ലേ പറയും വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിന് അസ്മാഉൽ ഹുസ്ന ഉണ്ട്. ഫദ്ഉഹു, നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ബിഹാ, ഈ അസ്മാഉൽ ഹുസ്നയെ മുന്നിൽ വെച്ചിട്ട്. ക്ലാസ്സിൽ വരുന്നവരൊക്കെ ഇത് പഠിക്കലുണ്ട്, അതുകൊണ്ട് എല്ലാവരും പഠിക്കണം. എന്തുകൊണ്ട്? ഒരു പ്രശ്നം ഉണ്ടായാൽ അവിടെ നമുക്ക് ഏട് തെരഞ്ഞു പോയാൻ പറ്റുമോ? വണ്ടിന്റെ ബ്രേക്ക് പോയാൽ അവിടെ ഏട് തെരയാൻ പറ്റുമോ? പറയാൻ മനുഷ്യ പറ്റുമോ? ഇല്ല. നമ്മളെ കുട്ടി വെള്ളത്തിൽ മുങ്ങണ കണ്ടാൽ നമ്മൾ 555 ഏട് തെരഞ്ഞു പോയാൻ പറ്റുമോ? അവിടെ വേഗം എന്ത് ചെയ്യണം? അല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീമുൽ മലിക് അൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിൻ അൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാർ. അങ്ങനെ അങ്ങനെ ആ 99 ഇസ്മ പൂർത്തിയാക്കുക. അതിന്റെ ഇടയിൽ ദ്വാർന്നോടെ ഇരിക്കുക. മനസ്സിലായോ? കഴിഞ്ഞിട്ട് ദ്വാ ചെയ്താൽ മതിയെങ്കിൽ കഴിഞ്ഞിട്ട് ദ്വാ ചെയ്യാം. പടച്ചോനെ എന്റെ കുട്ടിനെ കാക്കണേ എന്ന് പറഞ്ഞ് അസ്മാഉൽ ഹുസ്ന തുടങ്ങുക. എന്തു പറ്റും? ഏത് കാര്യത്തിനും. ഒരു കച്ചവടത്തിന് ഇരിക്കണം, ഒരു കച്ചവടം മതി നമ്മൾ തകരാന്. ഒരു കുട്ടിനെ കെട്ടിക്കാൻ ഇരിക്കാണ്, ഒരു കുട്ടിനെ കെട്ടിച്ചാൽ മതിയാവും നമ്മളെ കുടുംബം മാനം കെടാന്. ഒരു പെണ്ണിനെ കൊണ്ടുവരാനിരിക്കുക. അപ്പോൾ ആ ഇരിക്കണതിന് മുമ്പ് എന്തിയല്ല അള്ളാഹ് പറഞ്ഞിട്ട് എന്നോട് ചോദിക്കണോലൊക്കെ എന്ത് വെച്ച് ചോദിച്ചോളി. പറയാ കുട്ടിയെ അസ്മാഉൽ ഹുസ്ന വെച്ച് കാണാതെ പഠിക്കാം. അത് മറക്കരുത്. 10 മിനിറ്റ് മതി മനപ്പാടാക്കാൻ. കാരണം ഈ ഇസ്മൊക്കെ നമുക്ക് അറിയുന്നതാണ്, നീ കൂട്ടിയേക്കാൻ അറിയില്ല എന്നേ ഉള്ളൂ.
മനസ്സിലായില്ലേ? ചിന്തിക്കണം, ഒക്കെ പഠിക്കണം. എന്നാ പിന്നെ മുതലായി. പിന്നെ ഏതിലെ പോയാലും ഏത് അട്ടപ്പാതിരക്ക് ഏത് പേടി ഉണ്ടായാലും അത് എല്ലിയ മതി. അള്ളാഹിനോട് പറയണമെങ്കിൽ എന്ത് മുന്നിൽ വെച്ചോളി പറയാ. ഇപ്പൊ വിഷയത്തിലേക്ക് തിരിച്ചു വരി. ഞാൻ ഹബീബായ നബിയുടെ അടുത്തിരിക്കുക. അപ്പൊ ഹബീബായ റസൂലുള്ളാഹിന്റെ അടുത്തിരിക്കുമ്പോ ഞാൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി പറഞ്ഞു പോയി. അപ്പോൾ ഫഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി ചോദിച്ചു, അതദ്രി മാദാ തഫ്സിറുഹാ, അതിന്റെ വ്യാഖ്യാനോ അർത്ഥം നിനക്കറിയോ? അല്ലാഹു വറസൂലു അഅലം, ലാ അഅലമു, എനിക്കറിയില്ല. ഞങ്ങൾ ചെല്ലുന്ന കേട്ടിട്ട് ചെല്ലുക, എനിക്കതിന് അർത്ഥമൊന്നും അറിയില്ല നബിയെ. ഫഖാല, ഞാൻ പഠിച്ചു, അർത്ഥം പഠിച്ചു. ലാ ഹൗല ലാ ഹൗല അൻ മഅസിയത്തില്ലാഹി ഇല്ലാ ബിഇസ്മത്തില്ലാഹ്. അല്ലാഹു സംരക്ഷിച്ച ഒരാൾ മാത്രമേ തെറ്റ് ചെയ്യാതിരിക്കുകയുള്ളൂ. അല്ലാഹ് 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 അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. അപ്പോൾ ഒരുത്തൻ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ അള്ളാഹുവിൻ്റെ സംരക്ഷണം ആ സമയത്ത് അവന് ഇല്ല. അതതിനർത്ഥം. ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. വ്യഭിചരിക്കുമ്പോൾ മുഅ്മിനായ ഒരാൾ ഉണ്ടാവില്ല. യാ അല്ലാഹ് യാ അല്ലാഹ്. ഒരാൾ വ്യഭിചരിക്കുന്ന നേരത്തെ അവൻ ആരാവില്ല. എന്തുകൊണ്ട്? മുഅ്മിന് അള്ളാഹുവിൻ്റെ ഇസ്മത്തുണ്ട്, സംരക്ഷണമുണ്ട്. മുഅ്മിനാണെങ്കിൽ എന്ത് ചെയ്യൂല? വ്യഭിചരിക്കൂല, ആ നേരത്തെ വ്യഭിചരിക്കൂല. അപ്പൊ എന്തോ കാരണത്താൽ അള്ളാഹു അവൻ്റെ സംരക്ഷണം മാറ്റിച്ചിട്ടുണ്ടാവും, എന്തോ കുരുത്തക്കെട്. അല്ലാതെ അവൻ എന്തിന് കഴിയൂല? വ്യഭിചരിക്കാൻ കഴിയില്ല. വലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബിഹാ ലൗലാ അർആ ബുർഹാന റബ്ബി. വലഖദ് ഹമ്മത് ബിഹി, ഈ യുവകോമളനെ വ്യഭിചരിക്കണമെന്ന് സുലൈഖ ഉദ്ദേശിച്ചു. വഹമ്മ ബിഹാ, യൂസുഫും അലൈഹിസ്സലാം ഉദ്ദേശിക്കേണ്ടതായിരുന്നു. ലൗലാ അർആ ബുർഹാന റബ്ബി, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ബുർഹാനും ഞാൻ 2 കൊല്ലം ബുർഹാൻ വിശദീകരിച്ചിട്ടുണ്ട് കൊടുവള്ളിയിൽ. ബുർഹാൻ എന്ന വാക്ക് 2 കൊല്ലം വിശദീകരിച്ചിട്ടുണ്ട് കൊടുവള്ളിയിൽ. അതിൻ്റെ അർത്ഥം പറഞ്ഞാൽ തീരൂല. ലൗല അർആ ബുർഹാൻ റബ്ബി, തൻ്റെ റബ്ബിൻ്റെ ബുർഹാൻ നേരിട്ട് കണ്ടില്ലായിരുന്നുവെങ്കിൽ യൂസുഫ് അലൈഹിസ്സലാം അങ്ങനെ ഉദ്ദേശിക്കേണ്ടതായിരുന്നു. യൂസുഫ് ഉദ്ദേശിച്ചില്ല അലൈഹിസ്സലാം. ഈ പെണ്ണിനെ വ്യഭിചരിക്കണമെന്ന് യൂസുഫ് ഉദ്ദേശിച്ചില്ല അലൈഹിസ്സലാം. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ ബുർഹാൻ, തന്റെ റബ്ബിന്റെ ബുർഹാൻ നേരിട്ട് ആര് കണ്ടു? സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം കണ്ടു. എന്തുകൊണ്ട്? യൂസുഫ് നബിക്ക് എന്തുണ്ട്? ഇസ്മത്തുണ്ട്, സംരക്ഷണം. അപ്പെണ്ണ് പിന്നാലെ കൂടി ഓടിയപ്പം കുപ്പായം കീറി വലിച്ചു. എന്തുകൊണ്ട്? അവൾക്ക് റബ്ബിന്റെ ഇസ്മത്ത്, റബ്ബിന്റെ ഇസ്മത്ത് ഇല്ല. പഠിക്കണ്ട്. ഒരുത്തൻ മോഷ്ടിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ ഈമാൻ ഉണ്ടെങ്കിൽ മോഷ്ടിക്കാൻ കഴിയില്ല. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അപ്പോൾ മനസ്സിലായില്ലേ? അള്ളാഹിന്റെ ഇസ്മത്താ കാരണം. ആര് തരണം? അള്ളാഹു തരണം. അല്ലാതെ നമ്മൾ കള്ളൊടിക്കാത്തത് അള്ളാഹിന്റെ വൽപ്പത്തരാണ്, നമ്മളെ വൽപ്പത്തരല്ല. നമ്മൾ മോഷ്ടിക്കാത്തത് അള്ളാഹുവിൻ്റെ വൽപ്പത്തരാണ്. നമ്മൾ ഉമ്മാനെയും ബാപ്പാനെയും നല്ല നിലക്ക് നോക്കി മരിപ്പിച്ചത് അള്ളാഹിൻ്റെ വൽപ്പത്തരാണ്, നമ്മൾ വൽപ്പത്തരല്ല. അള്ളാഹു ആ ഇസ്മത്ത് നമുക്ക് നൽകി. അപ്പം നമ്മൾ നിഅമത്താണ്, അതൊരു അപ്പം അത് ഒരു ഇബാദത്ത് ഇവിടുന്ന് അങ്ങോട്ട് കൊടുത്തതല്ല, അവിടുന്ന് ഇങ്ങോട്ട് തന്ന. അപ്പം എന്ത് വേണം? ആ നിഅമത്തിന് നന്ദി ചെയ്യണം. നിഅമത്തിന് നന്ദി ചെയ്തിട്ട് കുഴങ്ങി ദാവൂദ് നബി അതിൽ വീണു. വീണിട്ട് പറഞ്ഞു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. കഴിയൂല, എനിക്ക് നിഅമത്തിന് നന്ദി ചെയ്ത് തീർക്കാൻ കഴിയൂല. ഫഖാല അല്ലാഹ്, അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, അൽ ആന ശകർതനി, അപ്പയ്ക്ക് നന്ദി ചെയ്ത് കഴിഞ്ഞു, ഇനി പ്രശ്നമില്ല. അതായത് എനിക്കിത് ചെയ്യാൻ കഴിയില്ല എന്ന നിന്റെ ബോധമാണ് നീ എനിക്ക് ചെയ്ത് തരുന്ന നന്ദി. മറ്റൊക്കെ ഞാൻ തരും. അപ്പം എന്താ നന്ദി? അൽഹംദുലില്ലാഹ് എന്നുള്ള വാക്കല്ല, പിന്നെന്താ നന്ദി? അൽഹംദുലില്ലാഹ് ആ വാക്കല്ല നന്ദി, പിന്നെന്താ? എനിക്കൊന്നും കഴിയൂല,
അള്ളാഹിനെ കൊണ്ടേ കഴിയൂ. ഇപ്പൊ സ്വർഗത്തിലെ ഏറ്റവും വലിയ നിധി ഞങ്ങൾക്ക് പറഞ്ഞു തരട്ടെ മുത്തു മുഹമ്മദ് മുസ്തഫ. ശ്രദ്ധിക്കണം. വളരെ ചിന്തിക്കേണ്ട ഒരു ഹദീസാണ്. ബുഖാരി, മുസ്ലിം എല്ലായിടത്തും ഉണ്ട് ഹദീസ്. സ്വർഗത്തിലെ ഏറ്റവും വലിയ നിധി ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ ഹബീബ റസൂലുള്ളാഹ്. അപ്പോൾ അല്ലാഹ് പറഞ്ഞു തരും നബിയാർ സ്വർഗത്തിലെ ഏറ്റവും വലിയ നിധി എന്ത് റസൂലുള്ളാഹ്? സ്വർഗത്തിന്റെ താക്കോൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. പക്ഷെ സ്വർഗത്തിലെ വലിയ നിധി എന്താ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അതാ നിധി. അതിൻ്റെ അർത്ഥം എന്താ? കയ്യൂല അതെന്നെ അതിൻ്റെ അർത്ഥം. ഞമ്മക്ക് കയ്യും കയ്യുന്നുള്ളവരൊന്നും മുമിനാവില്ല. താടി എത്ര നീണ്ടാലും അത് ബാർബർ ഷാപ്പിൽ 4 ആഴ്ച പോകാതെ നിന്നാലുണ്ടാവുന്നതാണ് താടി നീളല്. അത് വലിയ കറാമത്തൊന്നുമല്ല. തുണിഷാപ്പിൽ പൈസ കൊടുക്കുന്നതനുസരിച്ച് നീളം തലയൊക്കെട്ട് കെട്ടാ അതൊന്നും വലുപ്പത്തിലല്ല. അത് ഈമാനുള്ളവർക്ക് മാത്രമേ ഞങ്ങൾ കൊടുക്കുള്ളൂ എന്ന് ടെക്സ്റ്റൈൽസിൽ പറയില്ല. 4 മീറ്റർ തലയെ കെട്ടി വെച്ചാൽ 8 മീറ്റർ തരും. എന്തുകൊണ്ട്? ഒരു ഈച്ചനാട്ടിരിക്കുകയാണ്. തല കൊടുത്തോ, തലക്ക് കൊടുത്തോ ഒക്കെ നല്ലതാണ്. എന്തുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, തൊപ്പിട്ട് തലയെ കെട്ടലും തലയെ മറക്കലും സുന്നത്താണ്. തുണി കൊടുത്തിക്കണമെങ്കിൽ തുണി കൊടുക്കാതെ തലയെ കെട്ടിയാൽ ഓനെ മോമിന് നല്ല പിരാന്തന് എന്നാ പറയാ. ആദ്യം തുണി എടുക്കാൻ നോക്ക്. തുണിയാണ് ഈമാൻ. എന്താ ഈമാൻ? എനിക്ക് കഴിയൂല. അള്ളാഹുവിൻ്റെ കഴിയുള്ളൂ. ഞാൻ മോമിനായത് എന്തുകൊണ്ടാ? ഞാൻ മുസ്ലിം ആയത് എന്തുകൊണ്ടാ? മനസ്സിൽ അൽഹംദുലില്ലാഹില്ലദീ അൻഅമനാ ബിൽ ഇസ്ലാം വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം. നമുക്ക് ദീനിൽ ഇസ്ലാമിലേക്ക് ഹിദായത്ത് തന്നവനാണ് സർവസ്തുതിയും. അപ്പോൾ അള്ളാഹുവിനാണ്. നമ്മൾ മുസ്ലിം ആയതിന് അൽഹംദുലില്ലാ. എനിക്ക് ആരോഗ്യം ഉണ്ടായത് കൊണ്ട്, എനിക്ക് ആരോഗ്യം തന്നതിന് അൽഹംദുലില്ലാ എന്ന് ഇന്നലെ രാത്രി 12 മണിയുടെയും ഈ 8 മണിയുടെയും പറഞ്ഞവർക്ക് കൈപ്പൊക്കാം. എനിക്ക് റബ്ബേ നീ ഇന്നത്തെ ആരോഗ്യം തന്നതുകൊണ്ട് അൽഹംദുലില്ലാ. ഇന്ന് എനിക്ക് എണീറ്റപ്പോൾ ആരോഗ്യം ഉണ്ടല്ലോ പഠിച്ചോനെ. മലയാളത്തിൽ എന്തോ അറബി പറഞ്ഞോന്നല്ല. അൽഹംദുലില്ലാ. ഒരാളുണ്ട് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അത് ഈ ക്ലാസ്സിന് കുറിച്ചാ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അത് മനുഷ്യൻ്റെ അനുഗ്രഹം. അത് അനുഗ്രഹം തന്നെയാണ്. രാവിലെ എണീക്കാൻ കഴിഞ്ഞാൽ ഉടനെ പറയണം എന്ത്? അൽഹംദുലില്ലാ. എന്നാ പറഞ്ഞ അൽഹംദുലില്ലാഹില്ലദീ എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, മനസ്സിൽ വരണം. എന്ത്? പഠിച്ചോനെ ഇന്നും കുഴപ്പമൊന്നുമില്ലല്ലോ, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അള്ളാഹു നമുക്ക് ആരോഗ്യം നിലനിർത്തി തരട്ടെ. ഇതൊക്കെ ആരുടെ മാത്രം? നമ്മുടേതല്ല. ആരുടേതാ? അല്ലാഹ്. അപ്പോൾ ഇതിന്റെ ലാഭം പറയും. രാവിലെ എണീറ്റിട്ട് മലയാളത്തിൽ അറബിയല്ല, അറബിക്ക് കൂലിക്കാണ്. ഇത് ഈമാനാണ്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ എന്ന് ചൊല്ലിക്കോ. അത് കൂലിട്ട ചൊല്ലിയാണ്. അവിടേക്ക് നമ്മൾ കൂലിയല്ലേ ഉദ്ദേശിക്കണേ. ഇത് പറയാൻ പഠിച്ചോനെ മലയാളത്തിൽ പറയങ്ങായി പഠിച്ചോനെ ചായ കുടിച്ചു കഴിഞ്ഞപ്പോ അൽഹംദുലില്ലാ അത് കൂലിക്കാം. അതേ സമയത്ത് എന്ത് പറഞ്ഞു? റബ്ബേ ഒരു മുറുക്ക് വെള്ളം ഇവിടുന്ന് കിട്ടാന്ന് വിചാരിച്ച് നടക്കായിരുന്നു. എന്റെ തൗഫീഖാണ്. ഇത് ഈമാൻ ഓർത്താനാണ്. ഈ അൽഹംദുലില്ലാ അങ്ങനെ ആക്കിക്കൂടെ? അപ്പൊ അതിന് പണിയുണ്ട്. വെറുതെ അൽഹംദുലില്ലാ പണിയില്ല. ആ അൽഹംദുലില്ലാ ഞാൻ പഠിച്ചോടത്തോളം തുലാസ് നിറച്ചോളൊന്നുമില്ല. അൽഹംദുലില്ലാ തംലഉൽ മീസാൻ. അൽഹംദുലില്ലാ തുലാസിനെ നടക്കും പറഞ്ഞത് ഏത് അൽഹംദുലില്ലാ? ബോധത്തോടെ പറയണം. അത് ഒരു അൽഹംദുലില്ലാ മദ്യനും ഒറ്റ അൽഹംദുലില്ലാ കൊണ്ട് മീസാൻ അറിയും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതൊരു ബോധമാണ്. ഒരു ഭാര്യയും കുട്ടിയും കണ്ടു. അൽഹംദുലില്ലാ പഠിച്ചോനെ എൻ്റെ കുട്ടികളും ഭാര്യ എപ്പോഴും ബാക്കിയുണ്ടല്ലോ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഇല്ലെങ്കിൽ ഉണ്ടാവോ? ഇനി ഭാര്യ മക്കളുണ്ടായി കണ്ണുപട ബാക്കിയ അൽഹംദുലില്ലാ. ലോങ് സൈറ്റിൽ തന്നെ ഓലെ കാണാൻ കഴിയും. അൽഹംദുലില്ലാ. 60 വയസ്സായി 70 വയസ്സായി ലോങ് സൈറ്റിൽ തന്നെ പെണ്ണുങ്ങൾ. മറ്റേ പെണ്ണുങ്ങളെ കാണണമെങ്കിൽ ആദ്യം കണ്ണാടെടുത്ത് കൊണ്ടുവരണം. മനസ്സിലായില്ല? അല്ലാഹു തആല നമുക്ക് ബോധം തരും. പറയേ അതൊക്കെ അൽഹംദുലില്ലാ. അല്ലാഹുവിനല്ലാതെ അതിനൊന്നും കഴിയില്ല.
നമ്മൾ വളരെ ചിന്തിക്കേണ്ടത് നമ്മുടേതായി ഒന്നുമില്ല, ഒന്നുണ്ട്. എന്ത്? ഇപ്പൊ പറഞ്ഞു, നമ്മുടേതായി നമ്മക്കൊന്നേ ഉള്ളൂ. എന്താ? കഴിയൂല എന്നുള്ള ബോധം. വേറെന്താ? സ്വർഗത്തിലെ വലിയ നിധി നിങ്ങളെല്ലാരും മുസാഫ് കത്തം തീർക്കണമെന്ന് മുത്തനബി പറഞ്ഞില്ല. അത് പറഞ്ഞോ? കത്തം തീർക്കണോ സ്വർഗത്തിലെ നിധി എന്ന് പറഞ്ഞോ? മനുഷ്യ പറഞ്ഞോ? ഇല്ലട. എങ്ങായി കത്തം തീർത്തോളുന്നുണ്ടോ സ്വർഗത്തിന് നടുവിട്ടാൻ? ഇല്ലട ചങ്ങായി. നീ കത്തം തീർത്താ കിട്ടിക്കൊള്ളുന്നുണ്ടോ? അതുമില്ല. കത്തം തീർത്തിട്ട് പിന്നെ നിരീശ്വരവാദിയാനോ? അതേ സമയത്ത് എനിക്കൊരു ബോധം വന്നു. എന്ത്? എന്റേതായി ഒന്നും ഇല്ല, ഒക്കെ എന്റേതേ ഉള്ളൂ. ഇപ്പൊ മുഅ്മിനായി. ഇനി അത് നിലനിർത്താൻ ധാരണ മതി. സ്വർഗത്തിലെ ഏറ്റവും വലിയ നിധി ഖുർആൻ ഖത്തം തീർക്കലാണെങ്കിൽ ഖദീജ ബീവി സ്വർഗത്തിൽ ഉണ്ടാവില്ല. എന്തുകൊണ്ട്? ഖത്തം തീരണമെങ്കിൽ ഇതൊന്ന് ഇറങ്ങണ്ടേ? ഇറങ്ങി പൗതിയായപ്പോ തന്നെ ഖദീജ ബീവി വഫാത്തായി. മനസ്സിലായില്ല? മരത്തമെന്ന് വീണോനെ ആശുപത്രി കൊണ്ടുപോയപ്പോ ഒരു പറഞ്ഞ് ഒരു അരമണിക്കൂർ നേരത്തെ കൊണ്ടുവരികയാണെങ്കിൽ ജീവൻ രക്ഷിക്കായിരുന്നു. അപ്പോൾ ഇവര് പറഞ്ഞ് അതിനും വീണ കിട്ടിയില്ല. വീണിട്ട് ഇപ്പൊ 10 മിനിറ്റ് ആയിട്ടുള്ളൂ. ഖദീജ ബീവി ഖത്തം തീർത്തിട്ടില്ല. ഖദീജ ബീവി ഖത്തം തീർത്തിട്ടില്ല. എന്തുകൊണ്ട്? ഖുർആൻ ഖത്തം അല്ലാഹ് തീർത്തത് AD 632 ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായത് AD 619. ഒന്നും കൂടി പറയാ, AD 632 ഖുർആൻ അല്ലാഹ് എന്നിട്ട് പൂർത്തിയാക്കിയർക്ക്. അതായത് ഖദീജ ബീവി വഫാത്താവണതോ AD 619. അതായത് ഖദീജ ബീവി വഫാത്തായി പിന്നെയും 13 കൊല്ലം കഴിഞ്ഞിട്ടാണ് എന്റേത് അല്ലാഹു തആല ഇറക്കിയത്. അപ്പൊ ഖത്തം തീർക്കാത്ത കുറ്റം ആർക്കില്ല? ഖത്തം തീർത്തിട്ടില്ല. സ്വർഗത്തിലെ ഏറ്റവും വലിയ മണിമാളിക ആർക്കാണ്? പറയ്. ഖദീജ ബീവിക്കാണ്. എന്റെ ഏറ്റവും വലിയ മണിമാളിക ഖദീജ ബീവിക്കാണ്. നിങ്ങളിപ്പോ റജബ് മാസത്തിന് നോമ്പ് നോറ്റി തീർക്കല്ലേ? ഖദീജ ബീവി റമളാൻ നോമ്പ് നോച്ചിട്ടില്ല. പുറത്തു പറയണ്ട. എന്ത് പറഞ്ഞു? ഖദീജ നിങ്ങളിപ്പോ റജബിലെ നോമ്പ് നോറ്റ് നല്ല ഉഷാറായി നടക്കല്ലേ? എത്ര വലിയ മഹാന്മാരും ആദികളുമാണ് ഇവിടെ വരുന്നത്. ഖദീജ ബീവി റമളാനിൽ ഒരു നോമ്പ് നോച്ചിട്ടില്ല. എന്റെ റമളാൻ നോമ്പ് വാജിബായത് AD 624. ഖദീജ ബീവി വഫാത്താവണ 619. ഖദീജ ബീവി വഫാത്തായിട്ട് 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് എന്താവണത്? റമളാൻ നോമ്പ് വരുന്നത്. അതുമില്ല. റമളാൻ നോമ്പും ഖുർആൻ ഖത്തം തീർക്കലുമാണ് സ്വർഗത്തിന്റെ ആധാരെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇതൊക്കെ നേരത്തെ തന്നെ ഇറക്കാലോ. ഖദീജ മരിക്കേണ്ട സമയമായി കഴിഞ്ഞു. ജിബ്രീലേ, നിങ്ങളത് വേഗം കൊടുത്താൽ ഇതൊക്കെ ഖദീജ ബീവിക്ക് ഞാൻ കിട്ടിയില്ല എന്ന പ്രശ്നം വേണ്ട. ജിബ്രീലാണെങ്കിലും വലിയ ട്രാഫിക് ജാമിൽ പെട്ടും ചെയ്തു, ഇങ്ങോട്ട് എത്താനും കഴിഞ്ഞില്ല. ഇങ്ങനെയൊക്കെയാണോ? ഇതൊന്നും അല്ലല്ലോ. പറയും മനുഷ്യന്മാരെ, ലൗഹിൽ ഇത് എഴുതിയിട്ട് തീർന്നില്ല, അതുകൊണ്ടാണോ ഇറക്കാഞ്ഞ്? ലൗഹിൽ ഖുർആൻ എഴുതി തീരാത്തോണ്ടാണോ അല്ലാഹ് ഇറക്കാഞ്ഞ്? അല്ല. നേരത്തെ ഉള്ള ഒരു പട്ടിണി ഇറക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണോ നോമ്പിറക്കാഞ്ഞ്? അല്ല. ഇതൊന്നും ഒന്നിന്റെയും ആധാരമല്ല. മനസ്സിലായില്ലേ? അതൊന്നും ഒന്നിന്റെ ആധാരമല്ല. ഉണ്ടായാൽ നല്ലതാണ്. ചോറും കുറച്ച് എന്താ പറയാ ചീനാപ്പറങ്ങി മുളകും കാന്താരി മുളകും കുറച്ച് ഉപ്പും ലേശം 2 തുള്ളി വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ. എൻ്റെ ഉമ്മ അങ്ങനെ എനിക്ക് തരുകയും ഒരുപാട് ചോറ് ഞാൻ തിന്നുകയും ചെയ്തിട്ടുണ്ട്. എന്നാ തന്നെ അൽഹംദുലില്ലാ. മനസ്സിലായില്ല? ചോറിലേക്ക് എന്ത് കുറച്ച് കാന്താരി മുളകും ഒരു ലേശം ഉപ്പ് പൊടിച്ച് കല്ലുമ്മലിട്ട് പൊടിച്ചു തരും. പിന്നെ ഒരു 2 തുള്ളി വെളിച്ചെണ്ണ വെച്ച് ചെന്നാൽ ദുനിയാവിലുള്ള എല്ലാ ചോറും തിന്ന അക്കാലത്ത്. കറിയോ കറി ഉണ്ടെങ്കിൽ എരിശ്ശേരിയോ ഉണ്ടെങ്കിൽ നല്ലതാണ്, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പുൽശ്ശേരിയോ ഉണ്ടെങ്കിൽ നല്ലതാണ്, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അച്ചാറോ നല്ലതാണ്, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. മട്ടൻ ചാപ്സ് ഉണ്ടെങ്കിലോ നല്ലതാണ്, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ചോറോ ഇതെല്ലാം ചോറില്ല. ഹോട്ടലിൽ കയറി ചെന്നപ്പോ വന്നിരുന്നു എന്താ കഴിക്കാണ്ട്
ചില സാധനങ്ങളൊക്കെ കമ്മി ഉണ്ടാവും, അത് സാർ നിങ്ങൾ ക്ഷമിക്കണം, അതും സാരല്ല. അയാൾ വന്ന് കൈയേകിയിരുന്ന് അതിനെളിശ്ശേരി പുളിശ്ശേരി പപ്പടം പറയും മീൻ വറുത്തത് എല്ലാം എത്തിച്ച് പിന്നെ കാത്തിരുന്ന സാധനം എൻ്റെ ഞങ്ങളോട് തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ ചില സാധനത്തിന്റെ കമ്മിറ്റി. ഏതാ സാധനം? കോട്ടുകുല രണ്ട് നമുക്ക് ചിന്ന മനുഷ്യനാണ് മാനം കെടുത്ത. എന്തുകൊണ്ട്? ചോറിൽ നിർബന്ധം എന്തേ ഉള്ളൂ പറയണ ചങ്ങായി, ചോറിൽ എന്തേ നിർബന്ധമുള്ളൂ? ചോറന്നെ. ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടം അത്രേ ഉള്ളൂ. നിസ്കാരം നോമ്പൊന്നും ഇറങ്ങിയില്ല, ഒരു പ്രശ്നമില്ല. ഇതൊക്കെ ഇറങ്ങിയിട്ട് ചെയ്തു, എന്നിട്ട് എനിക്ക് ലാഭമില്ല. 30 ഓരോ ദിവസം 20 റക്അത്ത് തറാവി ആയാൽ റമദാനിൽ തറാവി മാത്രം 600 റക്അത്താണ്. അത് കഴിഞ്ഞ് നേരെ പിറ്റേന്ന് എന്താ ചെയ്യാ? എന്നോടൊരാൾ പറഞ്ഞു 5 നിസ്കരിക്കണ ഓന് പെരുന്നാത്തലേന്ന് കുപ്പി പൊട്ടിക്കണ കണ്ടപ്പോഴാണ് ഞാൻ മാനം കെട്ടു. ഇക്കൊല്ലം എന്നോട് പറഞ്ഞു. മനസ്സിലായില്ല? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അതായത് റമദാൻ 30 തറാവിയും നിസ്കരിച്ചോനാണ് പെരുന്നാത്തലേന്ന് എന്ത് ചെയ്തത്? എവിടുന്നോ ഉള്ള കുപ്പി പൊട്ടിച്ചാലാണ് ചങ്ങായി. എന്ത്? ഇതൊക്കെ ഞാൻ ഉരുട്ടിക്കൂട്ടി പറഞ്ഞു. മനസ്സിലായില്ലേ? ബ്രാൻഡി കുപ്പി ഓൻ പൊട്ടിച്ച ഇവൻ കണ്ടു, അയൽവാസി. ഓനാരാ? അതെ, എന്തേ ഇവൻ പൊട്ടിച്ചത്? ഇവന് തെറാവിയുണ്ട്, എന്തില്ല? ഈമാനിലങ്ങായി തെറാവി വാജിബല്ലല്ലോ, ഈമാനല്ലേ വാജിബ്? തിരിച്ചു പഠിക്ക്. നമുക്കിതൊക്കെ ഉണ്ടോ? ഈമുണ്ടാവില്ല. ഈമുള്ളോനോ? ഈമുള്ളോനൊരു ബോധം ഉണ്ടാവും, ഞാനിതിലൊന്നുമല്ല, എന്റെ റബ്ബിന്റെ തരല. ലാ ഹൗല അൻ മഅസിയത്തില്ലാഹ്. ഒരു ദോഷത്തെ തൊട്ട് ഒരാൾക്ക് തെറ്റാൻ കഴിയില്ല, ഇല്ലാ ബിഇസ്മത്തില്ലാ, അള്ളാഹുവിന്റെ സംരക്ഷണത്തിലൂടെ അല്ലാതെ. അള്ളാഹു അവനെ സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവൻ തെറ്റ് ചെയ്യൂല. വലാ ഖുവ്വത ലിത്വാഅത്തില്ലാ, ഒരു ആരാധനക്ക് കഴിയൂല ഇല്ലാ ബിഔനില്ലാ, അള്ളാഹു സഹായിച്ചാലല്ലാതെ. ഇവിടെ വരാറുണ്ട് പലരും നിസ്കരിക്കാൻ കഴിയണില്ല. എത്ര ആളുകൾ ഫർദ് നിസ്കരിക്കാൻ കഴിയണില്ല എന്ന് പറയുന്ന എത്ര ആളുകൾ ഇവിടെ വരാറുണ്ട്. നിങ്ങളൊരു യാസീൻ ഓതോ, അതിന് ഓതാൻ കഴിയണ്ടേ ഉസ്താദെ? കഴിയൂല. ഇവിടെ വരാണ്ട്, ഇവിടെ വരാം. വെള്ളിയാഴ്ച ഇത് പറയും കുറേ മനുഷ്യന്മാർ. എന്തുകൊണ്ടാണ് കഴിയാത്തത്? അള്ളാഹുവിൻ്റെ സഹായം അവന് ഇല്ല. എന്തുകൊണ്ടല്ലാതായത്? അതിന് എന്തോ കുരുത്തകൾ കളിച്ചിട്ടുണ്ടാവും. ഇനി ഉണ്ടാവില്ല എന്നില്ല, ഇനി പണിയാണ്, തിരിച്ചു കൊണ്ടുവരണ പണിയാണ്. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? ഒരു ബാങ്ക് കൊടുക്കുമ്പോഴത്തേന് നിസ്കരിക്കണമല്ലോ എന്ന് തോന്നലുണ്ടാവും. എപ്പോൾ? ഓൻ എന്തുണ്ടെങ്കിൽ, ഒരു നേരിയ ഈമാൻ്റെ ലാഞ്ചന ഉണ്ടെങ്കിൽ കയ്യൂല, നിസ്കരിക്കാനാണ് കയ്യൂല. എന്തുകൊണ്ട്? അള്ളാഹുവിൻ്റെ സഹായം അവന് ഇല്ല. എന്തുകൊണ്ടാണ് സഹായം ഇല്ലാത്തത്? ആജാതി കുരുത്തകൾ കളിച്ചിട്ടുണ്ടാവും. ഞാൻ ശരിയാവണം. അള്ളാഹു തല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു വളരെ ചിന്തിക്കണം. അപ്പോൾ ഈ ഹദീസ് ഒന്നുകൂടി പറഞ്ഞു കൊടുത്ത് പോവാ. ഈ ഹദീസ് ഒന്നുകൂടി പറയാം. കുന്തു ജാലിസൻ ഇൻദ നബിയിൽ മുസ്തഫ. ആരാ പറയുന്നത്? സയ്യിദുന ഇബ്ൻ മസ്ഊദ്. അവരെ പ്രത്യേകത എന്താണ്? അവരാണ് അവ്വലു മൻ ജഹറ ബിൽ ഖുർആൻ, ലോകത്താദ്യമായി പരസ്യമായി ഖുർആൻ ഓതിയത് ഇബ്ൻ മസ്ഊദ് റളിയല്ലാഹു. ഫഖുൽതു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന് ആ സമയത്ത് ഞാൻ പറഞ്ഞു നബിയുടെ അടുത്തിരിക്കുമ്പോൾ. ഫഖാല, അപ്പോൾ നബി ചോദിച്ചു, അത്തദ്രി മാദാ തഫ്സീറുഹ? ഈ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന വാക്കിൻ്റെ വ്യാഖ്യാനം നിനക്കറിയോ? അല്ലാഹു റസൂലു ലാ അഅലം, എനിക്കറിയില്ല. അല്ലാഹു റസൂലിന് അറിയും, എനിക്കറിയില്ല. ഫഖാല, അപ്പോൾ ഹബീബായ നബി പറഞ്ഞു, ലാ ഹൗല അൻ മഅസിയത്തില്ലാഹി ഇല്ലാ ബിഇസ്മത്തില്ലാഹ്. ലാ ഹൗല, തെറ്റാൻ കഴിയൂല, അൻ മഅസിയത്തില്ലാ, ഒരു തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് തെറ്റാൻ കഴിയില്ല, ഇല്ലാ ബിഇസ്മത്തില്ലാ, അള്ളാഹു നിന്നെ സംരക്ഷിച്ചാൽ അല്ലാതെ. ഗൾഫ് പോയി പള്ളിയിലെ കാളിയരായിരുന്നു. ഗൾഫ് പോയി, പിന്നെ എന്ത് ചെയ്തു? ഒരു കൂട്ടത്തിൽ കൂടി ഒരു കള്ള് കാച്ചണോല. അങ്ങനെ അക്കൂട്ടത്തിൽ കൂടി പിന്നെ കള്ള് കാച്ചണ ആളായി. ആര്? കാളിയര്. അയിൽ പിടിച്ചു, ജയിലിലാക്കി കയറ്റി. എനിക്കറിയാം സംഭവം. എന്തായിരുന്നു ഇവിടെ പണി? ഓസിക്കുമ്പോൾ തഖ്വല്ലാഹ്. വെള്ളിയാഴ്ച മിമ്പർമ കയറിന്നാണ്ട്
ഊസിക്കും ഇത് പറഞ്ഞതാണ് കൊല്ലക്കണക്കിന്. പിന്നെ ഗൾഫ് പോയി, മനസ്സിലായോ? ഗൾഫ് പോയി കൂട്ടുകൂടിയത് ആരെ കൂട്ടത്തിലാണ് കൂടിയത്? കള്ളാശനോരെ. അപ്പോൾ മൂപ്പര് പിന്നെ അതിലാണ് കൂടി. പിന്നെ വലിയ വരുമാനമായി. എന്തുമേൽ? കള്ളാശനുമേൽ. അതിലിട്ട് പിടിച്ചു, അങ്ങനെ കയറ്റി. ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞിട്ട് കയറ്റി. ഇവിടെ എന്ത് പണി? എന്താ ഇവിടെ സംഭവിച്ച്? കാളിപ്പണി ഉണ്ട്, എല്ലാം ഉണ്ട്, എന്തില്ല? ഇസ്മത്തില്ല. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അതൊക്കെ തൊഴിലാണ്. അതൊക്കെ ഈമാൻ ഇല്ലെങ്കിൽ അത് തൊഴില. ഈമാൻ ഉണ്ടെങ്കിൽ അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന അങ്ങനെയാണ്. യേശുദാസിൻ്റെ പണി പാട്ട് പാടുക, കാളിയുടെ പണി പറയട ചങ്ങായി കൊതുപോരുക, അത് പുറത്തു പറയണ്ട, അത് തൊഴിലാണ്. യേശുദാസ് പഠിച്ചത് അതാണ്, കാളിയർ പഠിച്ചത് ഇതാണ്. ഒരു തെണ്ടി മറ്റേ തെണ്ടിൻ്റെ മുന്നിൽ രാത്രി നട്ടപ്പാതിരക്ക് വൈകുന്നേരം രാത്രി അവരൊക്കെ രണ്ടാളും കൂടി ബസ് സ്റ്റാൻഡിൽ കൂടിയിട്ട് പൈസ എണ്ണി നോക്കുന്ന ഒരു സംഭവം എൻ്റെ ഒരു അയൽവാസി കുട്ടിക്കാലത്ത് എനിക്കൊരു ഫലിതമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു തെണ്ടി മറ്റേ തെണ്ടിയും കൂടി കൂടിയിട്ട് കിട്ടിയ പൈസ എണ്ണ. അപ്പോൾ അത്യാവശ്യം പൈസ ഉണ്ട്. അപ്പോൾ ഒരു തെണ്ടി മറ്റേ തെണ്ടിനോട് പറഞ്ഞേ, ഈ പണി പഠിച്ചത് നന്നായി, ഇല്ലെങ്കിൽ നമ്മൾ തെണ്ടുമായിരുന്നു. ഓൻ്റെ പണി അതാണ്, കാളിയരുടെ പണി ഇതാണ്, യേശുദാസിൻ്റെ പണി അതാണ്. അതൊക്കെ പണിയാണ്. അതുകൊണ്ടൊന്നും ഈ മണ്ടാവില്ല. ഇതൊന്നും ആരും നിന്ദിക്കാനല്ല. പിന്നെ ഞാൻ പറഞ്ഞതിൻ്റെ അപ്പുറത്ത് നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നും. അതൊന്നും എനിക്ക് കുലുങ്ങലില്ല. എനിക്ക് കുന്നു കുലുങ്ങിയാലും കുഞ്ഞാത്ത് കുലുങ്ങൂല. ഞാൻ അതിലൊന്നും കുലുങ്ങൂല. ഞാൻ ഇത് റബ്ബിന് വേണ്ടി പറയാം. ഞാൻ എന്നെ നന്നാക്കുക, എന്നെ നമ്മളൊക്കെ അല്ലാഹു നന്നാക്കി തരട്ടെ. അല്ല, നിങ്ങൾ പറഞ്ഞില്ല, കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നിരുന്ന ഒരു മനുഷ്യൻ പിറ്റേ ദിവസം മരിച്ചു. ഇന്ന് മണ്ണിനടിയില്ല. അള്ളാഹുവിൻ്റെ ഈമാൻ കൽബിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇപ്പം അയാൾ ഒക്കെ എന്തുണ്ടാവും? നൗമത്തൽ അറൂസ്, ഇനി പുതിയ ആപ്പിളെ പോലെ ഉറങ്ങിക്കോന്ന് മലക്കുകൾ പറഞ്ഞിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഉണ്ടാവില്ലല്ലോ. അതല്ലേ ആവശ്യം. ഇവിടെ ജനങ്ങളെ മുന്നിൽ ആളായിട്ടും ഇവിടെ ജനങ്ങളെ പ്രശംസ വാങ്ങിയിട്ടും എന്താണ് കാര്യം? അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. തിരിച്ചു പോവാം, വളരെ തിരിച്ചു പോവാം. അള്ളാഹു സംരക്ഷിച്ചാൽ അല്ലാതെ ഒരു തെറ്റ് ചെയ്യാതിരിക്കാൻ നിനക്ക് കഴിയൂല. എന്റെ ആ കഫീലിന്റെ വിസ കിട്ടിയത് കാളിയര് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കാളിയരാണെങ്കിൽ ആ വിസക്ക് പോവൂല. ആ വിസ മൂപ്പർക്ക് കിട്ടൂല. കിട്ടിയാൽ വെട്ടി അവിടെ വെക്കൂല. കണ്ടപ്പോ തന്നെ മൂപ്പർക്ക് തിരിയും. എന്ത് ഈ കൂട്ടര് നമ്മക്ക് പറ്റൂല, അവിടുന്ന് ഇറങ്ങിപ്പോരും. കഫീലിനോട് പറയിച്ചിന്നെ കയറ്റിക്കളാ, അക്കൂട്ടത്തിലേക്ക് പറ്റൂല. പറയോല്ലേ അവിടെ VCR-ഉം VCP-യും TV-യും കണ്ടാൽ പറയോലോ. എന്ത് അത് നമ്മ കിടക്കൂല, എനിക്ക് വേറെ റൂമെടുത്ത് എന്നാളാ, അതിന് കിടക്കൂല. ഇല്ലേ കയറ്റിക്കളാ, എന്റെ റബ്ബിന്റെ അടുത്താണ്, ഇങ്ങനെ കയറ്റിക്കള പറയോല്ലേ. എന്റെ ഈമാണ്ട് പടച്ചോനെ പേടിയുണ്ട്. മറ്റത് ഇതൊരു കച്ചവടാണ്. നമ്മളെ കാത്തിരിച്ച് കുറ്റം പറയാനട്ടാ. ആര് ഇതിൽ കുറ്റം നമ്മക്ക് തന്നെ. ഇതൊക്കെ പറയുന്നത് നമ്മൾ ആളെ ആശ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു ഇസ്മത്ത് എടുത്തടി കളഞ്ഞാൽ ആര് നാശവും. അള്ളാഹു തന്നെ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ആര് നാശവും. തിരിച്ചുണ്ടാവും. തിരിച്ച് ഫുലാല എന്ന ഒരു സ്വഹാബിയുടെ കഥ പറയുന്നുണ്ട് ഹദീസിന്റെ കിതാബിൽ. അയാള് റസൂലുള്ളാഹിനെ ഭയങ്കര ദേഷ്യ. മക്ക ഫതഹ് കഴിഞ്ഞപ്പോൾ അയാൾക്ക് നബിയെ കൊല്ലാനുള്ള ദേഷ്യ. അയാൾ അന്ന് മക്കയിലുണ്ട്. അയാൾക്ക് നബിയെ കൊല്ലണമെന്നുണ്ട്. മക്ക ഫതഹ് കഴിഞ്ഞു. മക്ക ആര് പിടിച്ചടക്കി? ഉറക്കെ പറയും കുട്ടികളെ, വേഗം പറയും. റസൂലുള്ളാഹി പിടിച്ചടക്കി. ഇനി അവിടെ ശിർക്കുല്ല, കുഫ്റുല്ല, ഒന്നുമില്ല. അപ്പൊ അന്ന് ഈ ഫുലാല അവിടെ ഉണ്ട്. അയാൾക്ക് നബിയെ കൊല്ലണം. അയാൾ രാത്രി പോയി കഅബയുടെ കിസ്വയുടെ ഉള്ളിൽ മറിഞ്ഞു. കാരണം വെളുപ്പാങ്കാലത്തെ തവാഫിന് നബി വരും. അപ്പൊ ആരും ഉണ്ടാവില്ല. കുത്ത ഒരു കാര്യം കരുതി അയാൾ കഅബയുടെ കിസ്വക്കടയിൽ മറിഞ്ഞു. അപ്പൊ അയാൾക്ക് റാഹത്തായി. കുത്തുതില്ല.
ഇത് ആരുമില്ല, സിദ്ദീഖുല്ല, ഉമറുല്ല റളിയല്ലാഹു അൻഹു ആരും ഒപ്പല്ല, ഇതിൽ കൊല്ലു ഞാൻ. അയാൾ നല്ല ആരോഗ്യവനാ, കാഠാര്യം പിടിച്ച് കാബാലയത്തിൻ്റെ കിസ്വൻ്റെ ഉള്ളിൽ അയാൾ ഇങ്ങനെ മറഞ്ഞു. മയ്യിരുട്ടല്ലേ, രാത്രിയല്ലേ, പെട്ടെന്നൊന്നും കാണൂലല്ലോ. റസൂൽ ഒരു ചിറ്റടിയേറ്റി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് കഴിഞ്ഞു, ഒരു തോഫത്ത് കഴിഞ്ഞു. കുത്താൻ വേണ്ടി അയാൾ ഓങ്ങുമ്പോൾ നബിയുടെ മുഖത്തേക്കൊക്കെ ഇയാൾക്ക് കുത്താൻ കഴിയുന്നില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ തോഫത്ത് കഴിഞ്ഞു, 3 തോഫത്ത് 4 ഒക്കെ ഓരോ തോഫത്ത് ഓരോ നബി ചുറ്റുമ്പോഴും ഇയാൾക്ക് കുത്തണമെന്നുണ്ട്. പക്ഷെ നബിയുടെ മുന്നിലേക്കാണ് ചാടാൻ ഇയാൾക്ക് കഴിയില്ല. അങ്ങനെ 7ാമത്തെ തൗഫത്ത് കൂടി കഴിഞ്ഞാൽ തൗഫ് കഴിഞ്ഞല്ലോ. അപ്പൊ 7ാമത്തെ തൗഫത്ത് കഴിയാണെന്ന് കണ്ടപ്പോൾ ആ 7ാമത്തെ തൗഫത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്ന സമയത്ത് രണ്ടും കൽപ്പിച്ച് അയാൾ കത്തി പിടിച്ച് മുന്നോട്ട് ചാടിയപ്പോൾ ഫത്വാഹ സിക്കീനു മിൻ യദിഹി ബിലാ യദ്രി, അറിയാതെ കയ്യിൽ നിന്ന് കത്തി താഴൂണ്. ഫമശാ ഇലൈഹി നബിയുൽ മുസ്തഫ. അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു വന്നു. എന്നിട്ട് അയാൾ അവിടെ വീണുപോയി. അപ്പോൾ റസൂലുള്ളാഹി അയാളെ പിടിച്ചെണീപ്പിച്ചു. ഇത്തഖില്ല, പിടിക്കണ്ട, പഠിച്ചോൻ പിടിച്ചാൽ മതി, ഞാനൊന്നും കെട്ടൂല. ആട്യം എന്നപ്പോൾ എൻ്റെ കൽബാണ് തുറന്നു. فقلت من قلبي أشهد أن لا إله إلا الله وأشهد أنك رسول الله. എനിക്ക് മനസ്സിലായില്ല, 100 കൊല്ലം ഖുർആൻ ഓതിയിട്ടോ 100 കൊല്ലം കിതാബ് ഓതിയിട്ടോ കിട്ടാത്ത വിവരം 3 അടിയൻ അടിച്ചപ്പോൾ എൻ്റെ വാതിലട തുറന്നു. എനിക്കത് ബോധ്യപ്പെട്ടു, ഈ ലോകം എനിക്കാണ് ചെറുതായി, നബി എനിക്കാണ് വലുതായി. ഞാൻ പറഞ്ഞു മിൻ സമീമി ഖൽബി, ഹൃദയത്തിന്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്നക റസൂലുള്ളാഹ്. അപ്പോൾ റസൂൽ പറഞ്ഞു പോയിക്കോ, ആരും കണ്ടിട്ടില്ല, പോയിക്കോ. ഫറത്തു, പിന്നെ ഞാൻ ഓടി, എനിക്ക് നിൽക്കാൻ കഴിയില്ല. ഞാൻ ഓടുന്ന നിലയിൽ വാജഹത്തിനി ബാഗിയത്തു മക്ക, മക്കയിലെ ഒരു വേശ്യ വെളുപ്പാങ്കാലത്ത് ആരും കിട്ടാതെ തിരിച്ചു വരുമ്പോൾ അവളാണ് എന്നെ അഭിമുഖീകരിച്ച്. ഒരു വേശ്യ പെണ്ണ്, മനസ്സിലായില്ല, മക്ക 10 നില കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, വേശ്യകളൊക്കെ ഉണ്ടാവുമല്ലോ. ഒരു വേശ്യ ഒരു പറ്റുകാരനെ ഒരു പങ്കുകാരനെ ആരെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് നടന്ന് തിരിച്ചു വരിക, അവളെ കണ്ടത്. അപ്പോൾ ആ വേശ്യ പറഞ്ഞു ഹത്തിനി ഹത്തിനി ഹത്തിനി, ഓ യാ ഫുലാല യാ ഫുലാല, വാ വാ വാ, ഇന്ന് എനിക്ക് നിന്നെ മതിയാവും. ഞാൻ ഇന്ന് രാത്രി മുഴുവനും പരതിയിട്ട് എനിക്കൊരു എന്നെ വ്യഭിചരിക്കാൻ പറ്റിയ ഒരാളെ, ആ പെണ്ണിന്റെ തൊഴിലാണ് ആ മനസ്സിലായില്ലേ, രാത്തൊക്കെ ഉച്ചക്കും കുമ്പിട്ട് അതിനപ്പുറം തന്നെയല്ലോ. എനിക്ക് ഇന്നൊരാളെ കിട്ടിയിട്ടില്ല, ഫുലാല നീ വാ. അപ്പോൾ പറഞ്ഞില്ല, സ്ഥിരമായി ഇവളടുത്ത് പോണ ആളാണ് ആര്, ഈ ഫുലാല. ഇനി ജിന്നെ കാക്കണ്ട, അസ്ലഹനി റബ്ബി, എന്റെ റബ്ബിനെ നന്നാക്കി, അസ്ലഹക്കില്ല എന്നെ നന്നായിക്കോട്ടെ. ഒറ്റ പാച്ചിൽ ഭാഗ്യം. എന്ത് ഭാഗ്യം? നീ ഇവിടെ ഭാഗ്യം പറയും, ഈ ഭാഗ്യം വന്ന വഴി പറയും. നീ ഭാഗ്യം വന്ന വഴി എവിടെ? ഈ ചങ്ങത്തി വാങ്ങിയത് ഭാഗ്യം വന്ന, അത് ഭാഗ്യം. ഭാഗ്യം വന്ന വഴി എന്താ? മക്ക അങ്ങാടിയിൽ കത്തി വാങ്ങി, ആരെ കൊല്ലാൻ. പിന്നെ എന്തുണ്ടായി? നബിയെ കൊല്ലാൻ വേണ്ടി സ്ഥലം കണ്ടുപിടിച്ചു. പിന്നെ എന്തുണ്ടായി? അവിടെ പോയി നിന്നു. ഇങ്ങനെ ആരും നബി അങ്ങനെ തട്ടാറില്ല. ആ തട്ട് കിട്ടിയാൽ അർശ് വരെ തുറക്കും. മനസ്സിലായോ? ആരെ തട്ടിയേ? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ഹബീബ നബി അല്ലേ? ആ തട്ടർ കിട്ടിയതോടുകൂടെ വാതിലർ തുറന്നു. സുന്ദരിയായ വേശ്യ ഓടിനടിയിൽ പറഞ്ഞു, നിന്നെ കാക്കണ്ട പെണ്ണ്, ഇന്ന് ഞാൻ നിന്റെ വരൂല. ഇപ്പൊ ഇയാള് നന്നായത് എന്തുകൊണ്ടാ? ഒരു സെക്കൻഡ് അസ്ലഹനി റബ്ബി, എന്റെ റബ്ബി എന്നെ നന്നാക്കി. അസ്ലഹക്കില്ല, എന്നെയും റബ്ബ് നന്നാക്കട്ടെ. മനസ്സിലായോ പറഞ്ഞത്? ഭാഗ്യം എങ്ങനെയും വരും.
ഇതൊരു ഭാഗ്യാണ്. എങ്ങനെയും വരും, ഭാഗ്യക്കേടും എങ്ങനെയും വരും. ആ കൂട്ടത്തിൽ പോയപ്പോ കള്ളുടിയനായി, കാളിയര്, തമ്മാടിയും വേശ്യയും ക്രൂരനും ഇവിടെ നിന്നപ്പോൾ നന്നായി. ഭാഗ്യാണ്, അത് ഭാഗ്യക്കേടാണ്. ഇവിടെ കാളിയർക്കുണ്ടായത് ഭാഗ്യക്കേടാണ്, തമ്മാടിക്കുണ്ടായത് ഭാഗ്യം. ആരാണ് ഈ ഭാഗ്യം കൊടുക്കുന്നത്? അല്ലാഹ്. എന്താ കാരണം? അറിയില്ല, അറിയൂല. എന്താ കാരണം? അറിയില്ല. സ്വന്തം നന്നാകാതെ നാട്ടുകാരെ പറ്റിച്ചിട്ടുണ്ടാവും കള്ളീര്. അപ്പം ശിക്ഷ കിട്ടണമല്ലോ. കുത്തുബൻ്റെ മേലെ കയറി നിന്നാണ്ട് ഇത്തക്കുള്ള എന്ന് പറയാൻ എളുപ്പമുണ്ട്. സ്വന്തം ജീവിതത്തിൽ സൂക്ഷിക്കണം, ഈ പണിയുണ്ട്. അപ്പം ശിക്ഷ ഉണ്ടാവും. മറ്റോൻ എന്ത് മോശപ്പെട്ടവനാണെങ്കിലും ചിലപ്പോൾ ഒരു രോഗിയെ തണ്ടിട്ട് ഏറ്റിട്ടുണ്ടാവും. കുഴങ്ങിയ ഒരു പെണ്ണിനെ വ്യഭിചരിക്കാതെ ആ പെണ്ണിന് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ റബ്ബ് പഠിച്ചോനെ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ അത് കൃഷ്ണനെ ആയിരിക്കും, ദൈവേ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത് അള്ളാഹ് അങ്ങനെ പറയുന്നില്ല. റോട്ടുമ്പക്കത്ത് തരുന്ന ഒരു കൃഷ്ണന് ഒരു പൊതി ചോറ് കൊടുത്തിട്ടുണ്ടാവും ഉച്ചൻ്റെ നേരത്ത്. അപ്പോൾ കൃഷ്ണൻ എന്ത് പറയും? ദൈവേ. ഈ വിളി ആര് കേൾക്കും? ആരാ കേൾക്കുക? അല്ലെങ്കിൽ കൃഷ്ണ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. കേൾക്കലാരാ? അല്ലാഹ്. എനിക്കൊരാളെ അറിയും, എനിക്കൊരാളെ അറിയും. മലപ്പുറം ജില്ലയിലുള്ള ആളാണ്. അയാൾ എല്ലാ ദിവസവും കച്ചവടക്കാരനാണ്. അങ്ങനെ നടന്ന് കച്ചവടം ചെയ്യും. അയാൾക്കൊരു പണിയുണ്ട്. എന്താ, എന്തൊരു പൈസ കയ്യിലുണ്ട് എങ്കിൽ ഹോട്ടലിൽ നിന്ന് പോയിട്ട് എല്ലാ ഉച്ചക്കും ഒരു 10 പൊതി ചോറ് വാങ്ങും. എന്നിട്ട് അയാൾക്കൊരു എന്താ പറയുക, ഒരു മറ്റേ കാറുണ്ട്, എന്താ പറയുക, മാരുതിൻ്റെ എന്താ ആൾട്ടോ അല്ലടാ, അതിൻ്റെ അപ്പുറത്തുള്ള വേറൊരു കാറാണ്. ഒരു കാറ് ഇന്നോവല്ല, ചെറിയ കാർ. ഏതായാലും ആ കാറിൽ ഈ പൊതി എടുത്ത് വെക്കും. എനിക്ക് അത് അറിയാം, കൊല്ലങ്ങളായി അറിയാം. എന്നിട്ട് അയാൾ ഇങ്ങനെ ചുറ്റും ചുറ്റി ആരാണോ റോട്ടുമക്കത്ത് പ്രാന്തന്മാർ കുഴങ്ങിയോല് അവിടെ കൊടുക്കും. ഒരു ദിവസം അയാൾ എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ ചുറ്റി ഒരു ദിവസം 10ാമത്തെ പൊതിക്ക് കൊടുക്കാൻ ആളെ കിട്ടിയില്ല. ഉച്ചക്ക് 10-12 മണിക്ക് ഇത് വാങ്ങിക്കുന്നത് കൊടുക്കാൻ ഒരാളെ കിട്ടണ്ടേ. അങ്ങനെ നാളെ ചെറ്റി വാണിയമ്പലം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഒരാൾ ജടക്കുത്തിയ ഒരാൾ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ കാറ് നിർത്തിയപ്പോൾ തന്നെ ഇയാൾ പറഞ്ഞു, എത്ര നേരെയുടെ ചെങ്ങായി എന്നെ കാത്തു തിരക്കണം, ഇതിന് വേഗം കൊണ്ടുവന്നാ. ഇയാൾ പറഞ്ഞു, ഞാൻ വീണു. എന്താ ഇപ്പം ഇയാൾ പറയും, ഇയാൾക്ക് എങ്ങനെ ഞാൻ ചോറ് വാങ്ങി അറിയും? എന്തേ ഇത് വിചാരിച്ച എന്താ? ആ ജടക്കുത്തി കൂട്ടത്തിൽ അള്ളാൻ്റെ ഔലിയാക്കന്മാരുണ്ടാവും. ഇന്നത്തെ റിസ്ക് അവൻ്റെ കയ്യിലാണ് ഇടാമുണ്ടാവും. എത്ര നേരെയുടെ ചെങ്ങായി കാത്തു തിരക്കണ്, ആ ചോറ് കൊണ്ടുവന്നാ. ഞാൻ കാറ് നിർത്തിയപ്പോഴത്തിന് അയാൾ പറയാ, എൻ്റെ എത്ര നേരെയുടെ ചെങ്ങായി കൂടെ കാത്തു തിരക്കണ്, ആ ചോറ് എടുക്ക്. എങ്ങനെയുണ്ട്? ഇതൊക്കെ തൗഫീഖാണ്. എന്തേ ഒരിക്കലെങ്കിലും അപ്പോൾ ഓൻ ആ മനുഷ്യനോട് നല്ലത് പറഞ്ഞു പോന്നു. ആ ഒരു മനുഷ്യൻ ആ ദിവസത്തെ ചോറ് മതിയാവും ഫിർദൗസ് കിട്ടാൻ. അതെന്തിനു കഴിഞ്ഞു? അതിന് ഒരുപാട് പണിയെടുത്തിട്ടുണ്ട്. നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ മുടി അടക്കത്തിയൊക്കെ ചോറ് കൊടുക്കാൻ നിൽക്കണ്ട, കൊടുക്കാനും വേണ്ട. മനസ്സിലായില്ലേ? അതൊരു ഭാഗ്യാണ്. എന്റെ ആ ഭാഗ്യം അതിന് മാത്രം പണിയിട്ടു. മന്ദങ്കോലിട്ട് മണിക്കൂർ കണക്കിൽ തിരിച്ചാൽ എന്ത് വരും? വെണ്ണ വരും. ഇങ്ങനെ തിരിയുമ്പോന് വെണ്ണ വരൂല. മനസ്സിലായോ? എന്നതുപോലെ എന്താ പറഞ്ഞത്? നല്ലൊരു പണിയാണ്, നല്ല പണിയാണ്. ഇപ്പൊ ഈ പറഞ്ഞ നല്ല പണിയാണ്. ഒരു നല്ല പണിയായത് കൊണ്ട് നിങ്ങൾക്കൊരു ബോധം ഉണ്ടാകാനുമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതൊക്കെ നല്ല പണിയാണ്. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. അപ്പൊ 2 വാക്ക് പറഞ്ഞു, ലാ 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 ഹൗല അൻ മഅസിയത്തില്ലാഹി ഇല്ലാ ബിഇസ്മത്തില്ലാ. 2 വലാ ഖുവത ലി ത്വഅത്തില്ലാഹി ഇല്ലാ ബിഔനില്ലാ. അല്ലാഹുവിന്റെ സഹായമില്ലാതെ ഒരു നന്മയും ഒരാൾക്ക് ചെയ്യാൻ കഴിയൂല. അപ്പോൾ രണ്ടിനും ആളാരാ? നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കാൻ കാരണക്കാരനാരാ? അല്ലാഹ്. നമ്മൾ നന്മ ചെയ്യാൻ കാരണമാരാ? അല്ലാഹ്. അപ്പൊ എല്ലാം നീ നിന്നിൽ നിന്ന് ഒഴിവാക്ക. എല്ലാ ആ പോസ്റ്റിലും ഒക്കെ. ഏത് പോസ്റ്റ്? അല്ലാഹ്. ഞാൻ അടിമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഓൻ ഈമാൻ നഷ്ടപ്പെടില്ല ഇതുള്ള കാലത്തോളം. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. لا إله إلا الله 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 الله
അല്ലാഹ് അല്ലാഹ് അല്ലാഹു അലൈഹി തവക്കലു. ഇതറിയാത്ത ഒരാളും ഈ ക്ലാസ് കേൾക്കുന്ന ഒരാളുണ്ടാകരുത്. ഹദീസ് ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. കുന്തു അൻ ഇബ്ൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ശുഅബിൽ ഇമാം ബൈഹഖി രേഖപ്പെടുത്തിയ ഹദീസാണ്. ഇനി മറക്കരുത്, വെറുതെ ലാ ഹൗല വലാ ഖുവത പറഞ്ഞാൽ പോലെ അറിഞ്ഞു പറയും, അപ്പോൾ ഉത്തരം കിട്ടും, അപ്പോൾ വാതിൽ തുറക്കും. പേടിക്കണ്ട, ഒരു ചികിത്സാന്റെ അടുത്ത് പോണ്ട, നിന്റെ സിഹർ നിനക്ക് ബാത്തിലാക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഉള്ളിൽ കയറിയാൽ മതി. പറയും, മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഞാനൊരു മഹാനായ മനുഷ്യനോട് ഒരിക്കൽ ചോദിച്ചു, സിഹർ ബാത്തിലാക്കാൻ പറ്റിയ ഒരു മരുന്ന്, ഒരു ദിക്ർ പറഞ്ഞേരി. അപ്പോൾ അയാൾ ഇങ്ങനെയൊന്നു, ആഫ്രിക്കക്കാരനാ. ഒരിക്കൽ ഒരാളോട് ഞാൻ ചോദിച്ചു, സിഹർ ബാത്തിലാക്കാൻ പറ്റിയ ഒരു ദിക്ർ പറഞ്ഞേരി. എൻ്റെ അടുത്ത് ഇങ്ങനെ പല ആളുകളും വരാറുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞു, അതിന് ബാത്തിലാക്കാൻ എളുപ്പമുണ്ട്. എന്ത്? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്നത് ഉള്ളറിഞ്ഞ് ഒരു വട്ടം ചൊല്ലിയാൽ സിഹർ ബാത്തിലാവും. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. പഠിച്ചോനെ, നമ്മളിത് ചെയ്യാത്ത ദിവസമല്ല. എന്തതിനർത്ഥം? പ്രഭാതത്തിൻ്റെ രക്ഷിതാവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു. അത് അള്ളാഹുവിനെ ഈ വാക്കിലേക്ക് ചേർത്ത് പറഞ്ഞിട്ട് അവിടെ നിൽക്കാൻ ശൈത്താന് കഴിയില്ല. നമ്മൾക്ക് പണി തന്നെ ചെല്ലല. ശൈത്താൻ അതിനനുസരിച്ച് ഇറുകി ഉള്ളിൽ കയറും. എന്തേ ഉള്ളൂ, എൻ്റെ ഉള്ളിക്കില്ല. ഏത് സിഹറും ബാത്തിലാകാനും ഏത് പ്രശ്നം തീരാനും എന്ത് മതി? പ്രശ്നം തീർക്കാൻ വേണ്ടി ഇറക്കിയ സൂറത്താണ് എന്ത്? ഉറപ്പ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി നഫ്ഫാസാത്തി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ. ഇത് ആത്മാർത്ഥമായി ചൊല്ലിയിട്ട് അവൻ്റെ തടിയിൽ നിൽക്കാൻ പിശാചിന് കഴിയില്ല. ഈ ഹദീസ് ഞാൻ പഠിച്ചതാണ്, പക്ഷെ അന്തണ്ടായില്ല. ഈ ഹദീസൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്, അന്തണ്ടായില്ല. അയാൾ പറഞ്ഞപ്പോൾ ഞാൻ അന്തമിട്ട്. ശരിയാണത്. അള്ളാഹു ബോധം തരട്ടെ. മനസ്സിലായില്ലേ? അപ്പോൾ ഹദീസിലേക്ക് തിരിച്ചു വരും. ഞാൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാൻ ഞാൻ റസൂലുള്ളാഹിന്റെ അടുത്ത് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു പോയി, ലാ ഹൗല വലാ ഖുവത ഇല്ല. അപ്പോൾ ആൽത്തദരി മാത്രം സിറുഹ, അതിൻ്റെ അർത്ഥം എന്താ നിനക്കറിയോ? അള്ളാഹു ലാ അദ്രി അള്ളാഹു റസൂലുഹു അലം. അപ്പോൾ അള്ളാഹു റസൂൽ പറഞ്ഞു, ലാ ഹൗല അൻ മഅസിയത്തില്ലാഹി ഇല്ലാ ബിഇസ്മത്തില്ലാഹ് വലാ ഖുവത ലിത്വാഅത്തില്ലാഹി ഇല്ലാ ബിഔനില്ലാഹ്. ഇതാണ് ഇതിനർത്ഥം. അഷ്റഫ് ഉസ്താദ് ദിക്റിന് നേതൃത്വം നൽകും. അൽ ഫാത്തിഹ.